ഈശോയിൽ സ്നേഹമുള്ള അച്ഛന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ വിശുദ്ധ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് സ്വാഗതം. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയും ഷ്രൈൻ വെബ് ടി വിയിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയകളിലൂടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഇന്നലെ നിങ്ങളുടെ നിയോഗങ്ങൾക്കായി കുർബാനയ്ക്ക് എഴുതിയവർക്ക് വേണ്ടിയിട്ടും പ്രത്യേകമായി ഈ ബലി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ള അച്ഛന്മാർ, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാർ, ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഈ ദിനത്തിൻ്റെ ആശംസകൾ നേരുകയാണ്. നമ്മൾ ആഗമന കാലത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഒരു തിരി നമ്മൾ കത്തിക്കുന്നത്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ സ്ഥലത്ത് നമ്മളായിരിക്കുമ്പോൾ കൂടുതൽ ദൈവാനുഗ്രഹം നമുക്കുണ്ടാകാൻ വേണ്ടി. ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. മക്കബായരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ ദൈവം ആദ്യം സ്ഥലമാണ് തിരഞ്ഞെടുത്തത്. എന്നിട്ട് ജനത്തെ ആ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ആ സ്ഥലം ജനത്തിൻ്റെ കഷ്ടതയിലും ഐശ്വര്യത്തിലും പങ്കുചേർന്നു എന്നാണ് വചനം പറയുക. അപ്പോൾ നമ്മളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത് നമ്മൾ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. അനാദിയിൽ ദൈവം സ്ഥലം തിരഞ്ഞെടുത്ത് നമ്മൾ അനുഗ്രഹിക്കുവാൻ. നമുക്കതുകൊണ്ട് ഈ സ്ഥലത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ ദൈവാനുഗ്രഹം, ശക്തമായ മരിയൻ അഭിഷേകം നമുക്ക് സ്വീകരിക്കുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആ കാര്യം ഉറപ്പാണ്. മാതാവിൻ്റെ ശക്തമായ അഭിഷേകം ഇവിടെ ഉണ്ട്. അത് ബോധ്യമുള്ള കുറേ പേരെങ്കിലും ഉണ്ട്. നമുക്കതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ചിലവഴിക്കാം ഇവിടുത്തെ സമയം. ഇവിടെ ഈ പരിസരങ്ങളിലൂടെയൊക്കെ നടക്കുമ്പോൾ പോലും അനുഗ്രഹമാണ്. എല്ലാ ശുശ്രൂഷകളും ചെയ്യാൻ പറ്റുന്നതെല്ലാം നമുക്ക് ചെയ്ത് ഈ അഭിഷേകത്തെ നമുക്ക് നന്നായിട്ട് ഉപയോഗപ്പെടുത്താം, പ്രയോജനപ്പെടുത്താം. ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് കിരൺ ഡിക്സൺ, നിമ്മി കിരൺ എന്നീ അവരുടെ 2 മക്കൾ, ക്രിസ്റ്റീന കിരൺ, കശ്മീര കിരൺ, അവർ ആദ്യ കുർബാന സ്വീകരണം നടത്തുകയാണ്. ഈ കുഞ്ഞുങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ശക്തമായൊരു ദൈവാനുഭവമുണ്ട്. അതുകൊണ്ടാണ് അവർ ഇവിടെ പ്രത്യേകം അനുവാദമൊക്കെ മേടിച്ച് തിരുവനന്തപുരത്ത് നിന്ന് വന്ന് ഇവിടെ ആദ്യ കുർബാന സ്വീകരണം നടത്തുന്നത്. കൂടുതൽ ദൈവാനുഗ്രഹ മക്കളിൽ നിറയാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ മുമ്പിൽ ഈ ചെറിയ പ്രായത്തിൽ 9-10 വയസ്സ് പ്രായമുള്ളപ്പോൾ സ്വീകരിക്കുന്ന കൂദാശിയാണല്ലോ കുമ്പസാരം. ഇന്നലെ അവർ കുമ്പസാരം നടത്തി. അതുപോലെ ഇന്ന് പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ കർത്താവിന് മുമ്പിലാണ് നമ്മളിത് ചെയ്യുക. ഈ കുഞ്ഞു പ്രായത്തിലുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. മുതിർന്നവർക്കുള്ള ഉത്തരവാദിത്തം പോലെ ഈ ചെറിയ പ്രായത്തിൽ ഇവർക്കുള്ള ഉത്തരവാദിത്തങ്ങൾ അത് ഭംഗിയായി ചെയ്യാൻ. പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴൊക്കെ നിങ്ങൾ കുമ്പസാരിക്കും? നിങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനമുണ്ടോ? എപ്പോഴെപ്പോഴും സ്വീകരിക്കാവുന്ന കൂദാശകളാണല്ലോ കുമ്പസാരവും കുർബാനയും. നിങ്ങളുടെ തീരുമാനം എന്താ? ഇന്ന് മുതൽ നിങ്ങൾ അമ്മ പറഞ്ഞു കൊടുക്കണ്ട. എപ്പോഴും മാസത്തിലൊരിക്കൽ കുമ്പസാരിക്കോ, ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കോ, 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കോ? നിങ്ങൾക്ക് എന്താ തീരുമാനം വല്ലതും ഉണ്ടോ?
തീരുമാനിക്കുക. ഞാനിങ്ങനെ ഞാനിരുന്ന പള്ളിയിൽ ചോദിച്ചപ്പോഴും 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. ഭയങ്കര തീക്ഷ്ണതയോടെ കയ്യൊക്കെ ഉയർത്തി. പിന്നെ മാസങ്ങളായിട്ട് കുമ്പസാരമേ ഇല്ല. അപ്പോൾ അങ്ങനെ ചെയ്യാനാണെങ്കിൽ ഇന്നത് സ്വീകരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കൂടെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്, പ്രസാദപരാവസ്ഥയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറുപ്രായത്തിൽ. അപ്പോൾ ദൈവത്തെ പറ്റിക്കരുത്. ഞാൻ ഇതൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ദൈവത്തെ പറ്റിക്കരുത്, ദൈവത്തെ കബളിപ്പിക്കരുത്. ഈ ക്രിസ്മസ് നാളുകളിൽ എന്തേലും കൊടുത്തിട്ട് ചോദിക്കുന്നത് നല്ലതാണ്. കൊടുക്കുക. നമ്മുടെ സ്നേഹവും വിശ്വാസവും ഭക്തിയും പ്രാർത്ഥനകളും എല്ലാം ദൈവത്തിന് കൊടുക്കുക. അപ്പോൾ ദൈവം നമ്മൾ ചോദിക്കുന്നെല്ലാം ദൈവം തരും. ഈ ബലിയർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അയോഗ്യതകളും ഏറ്റുപറയാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമീൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ അങ്ങ് ശക്തി ഉദ്ദീപിപ്പിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളാൽ തടസ്സപ്പെടുന്നവ അങ്ങേ വലിയ ശക്തിയാൽ അങ്ങേ കരുണയുടെ കൃപ സുഗമമാക്കാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമീൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അക്കാലത്തെ യൂദാദേശത്ത് ഈ കീർത്തനം ആലപിക്കും. നമുക്ക് പ്രബലമായ ഒരു നഗരമുണ്ട്. കർത്താവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കോട്ടകൾ ഉയർത്തിയിരിക്കുന്നു. വിശ്വസ്തത പാലിക്കുന്ന നീതിനിഷ്ഠമായ ജനതയ്ക്ക് പ്രവേശിക്കാൻ
വാതിലുകൾ തുറക്കുവിൻ. അങ്ങയിൽ ഹൃദയമർപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു. എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ. ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ്. ഗിരിശൃംഗത്തിൽ പണിത കോട്ടകളിൽ വസിക്കുന്നവരെ അവിടുന്ന് താഴെ ഇറക്കി. അതിനെ നിലംപറ്റെ നശിപ്പിച്ചു പൊടിയിലാഴ്ത്തി. ദരിദ്രരുടെയും അഗതികളുടെയും പാദങ്ങൾ അതിനെ ചവിട്ടിമെതിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനാണ്. നീതിയുടെ കവാടങ്ങൾ എനിക്കായി തുറന്നു തരിക. ഞാൻ അവയിലൂടെ പ്രവേശിച്ച് കർത്താവിന് നന്ദി പറയട്ടെ. ഇതാണ് കർത്താവിൻ്റെ കവാടം. നീതിമാന്മാർ ഇതിലൂടെ പ്രവേശിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിച്ചു. ഞാൻ അവിടത്തേക്ക് നന്ദി പറയും. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. കർത്താവെ, ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വിജയം നൽകണമേ. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഞങ്ങൾ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് നിങ്ങളെ ആശീർവദിക്കും. കർത്താവാണ് ദൈവം. അവിടെ നിന്നാണ് നമുക്ക് പ്രകാശം നൽകിയത്. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടത്തെ അന്വേഷിക്കുവിൻ. അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടത്തെ വിളിക്കുവിൻ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടി. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, കർത്താവേ, കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു. എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു. അത് വീണുപോയി. അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷം ഞങ്ങളുടെ പാപങ്ങൾ നീക്കം ചെയ്യട്ടെ. ഈശോയിൽ സ്നേഹമുള്ള അച്ഛന്മാരെ, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ,
നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും ദൈവാനുഗ്രഹം ആശംസിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ വചനഭാഗം ശ്രദ്ധിക്കുമ്പോഴും എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു കാര്യം, ആളുകൾ ചിലപ്പോഴെങ്കിലും ഇങ്ങനെ ചോദിക്കാറുണ്ട്, ശാപം ഏൽക്കുമോ, ശാപവാക്കുകൾ ഫലിക്കുമോ, അല്ലെങ്കിൽ നമ്മളെ എല്ലാവരും ശപിച്ചാൽ അത് നമ്മളെ ബാധിക്കുമോ? അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ തിരുരക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട ജനമല്ലേ, അതൊക്കെ നമ്മളെ ഏൽക്കുമോ എന്ന് ചിലവർ ചോദിക്കാറുണ്ട്. പ്രീക്കോഷൻസ് എടുത്തില്ലെങ്കിൽ ഏൽക്കും. മണൽപ്പുറത്ത് ഭവനം പണിതവൻ എന്തുകൊണ്ടാണ്? എത്രയോ പേര് മണൽപ്പുറത്ത് ഭവനം പണിതിട്ടുണ്ട്. അവർ ചിലപ്പോൾ ഈ ഭവനം എന്തുകൊണ്ടായിരിക്കാം തകർന്നു പോയത്? പല കാരണങ്ങളുണ്ടാകാം. എനിക്ക് എപ്പോഴും പറയാൻ തോന്നുന്നൊരു ഉദാഹരണം, നല്ല മലനാട്ടിൽ, ഇപ്പോൾ വയനാട്, അതുപോലെ അട്ടപ്പാടി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ചുരമൊക്കെ കയറി യാത്ര ചെയ്യുമ്പോഴും ബൈക്ക് യാത്ര ചെയ്യുന്ന ആളുകൾ അവരെടുക്കേണ്ട ഒരു പ്രീക്കോഷനാണ് നല്ലൊരു ജാക്കറ്റ് ധരിക്കുക എന്നത്. നല്ലൊരു ജാക്കറ്റ് ധരിച്ചില്ല എങ്കിൽ ശക്തമായ കാറ്റ് നെഞ്ചത്തടിച്ചിട്ട് അവർക്ക് ഭയങ്കര ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജാക്കറ്റ് ധരിച്ചാണ് പോകുന്നതെങ്കിൽ ഒരു കുഴപ്പമുണ്ടാകുകയില്ല. അങ്ങനെയാണ് പ്രീക്കോഷൻസ് എടുക്കുക. സുഭാഷിതങ്ങളുടെ പുസ്തകം 26-ാം അധ്യായം 2-ാം വാക്യം, പാറിപ്പറക്കുന്ന കുരുവിയും തെന്നിപ്പറക്കുന്ന മീവൽ പക്ഷി എങ്ങും തങ്ങാത്തതുപോലെ അകാരണമായ ശാപം എങ്ങും ഏശുന്നില്ല. ഒരു കാരണമില്ലാത്ത ശാപം ഏശിയല്ല. എന്തെങ്കിലും ഒരു കാരണമുണ്ടെങ്കിൽ, നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു കുഴപ്പം, ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നീ ഒന്നും ഗുണം പിടിക്കുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏക്കും. എന്നാൽ നമ്മൾ പ്രാർത്ഥനയുടെ ഒരു കവചം നമ്മൾ തീർത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രീക്കോഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാധിക്കുകയില്ല. കാരണം കർത്താവിൻ്റെ രക്ഷ നമുക്ക് സ്വന്തമാകുന്നത് അത് നമ്മൾ ഈ കൂദാശകൾ നമുക്ക് സ്വീകരിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ എവിടെയോ ഇരിക്കുന്ന ഒരു സംഭവം മാത്രമായിട്ട് അത് അവശേഷിക്കും. ഈശോ കുരിശിൽ മരിച്ചു, നമ്മൾ കാണുന്നു, അവിടെ ഇരിക്കുന്നു. പക്ഷെ അത് നമ്മുടെ സ്വന്തമാകണമെങ്കിൽ, ആ രക്ഷ നമ്മുടെ സ്വന്തമാകണമെങ്കിൽ കൂദാശകൾ സ്വീകരിക്കണം. അപ്പോൾ 14 വർഷമൊക്കെ കുമ്പസാരിക്കാതെ അങ്ങനെ ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പ്രീക്കോഷൻ എടുക്കുന്നില്ല. കാരണം കുമ്പസാരത്തിലൂടെ കിട്ടേണ്ടത് കുമ്പസാരത്തിലൂടെ മാത്രമല്ലേ കിട്ടുകയുള്ളൂ. വേറെ വഴി എങ്ങനെ കിട്ടാനാണ്? കുർബാന സ്വീകരിക്കുമ്പോൾ കിട്ടേണ്ടത് കുർബാന സ്വീകരിക്കുമ്പോൾ മാത്രമല്ലേ കിട്ടുകയുള്ളൂ. കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചാൽ കുർബാന സ്വീകരിക്കുന്നതിൻ്റെ അനുഭവം കിട്ടുമോ? അപ്പോൾ പ്രീക്കോഷൻസ് എടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കമാണല്ലോ ഇത്. കണ്ട, 9 വയസ്സ് 10 വയസ്സൊക്കെ ആകുമ്പോൾ, നിങ്ങൾക്ക് 10 വയസ്സായോ? 9, 16, 14, ഓക്കെ. അപ്പോൾ അവർക്ക് ഇത് ആ ഒരു പ്രായത്തിനനുസരിച്ച് അവർക്കത് കൊടുക്കുകയാണ്. അപ്പം ഇത് എന്നും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ ഒരു അനുഗ്രഹം കൊടുക്കുക. അപ്പം ഇനി ഒരു ബൈക്ക് ഓടിച്ചിട്ട്, നല്ലൊരു ബൈക്ക് മേടിച്ചു, ചിലപ്പോൾ എന്താണ് ഡൂക്ക് എന്ന് പറഞ്ഞൊരു ബൈക്ക്, അത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബൈക്കാണ് ഡൂക്ക്. അപ്പോൾ അത് സ്പീഡിൽ ഓടിക്കുക, ആളുകളെ കാണിക്കുക എന്നത് യുവാക്കളുടെ ഒരു ഹരമാണ്. ഭയങ്കര സ്പീഡിൽ ഓടിക്കുക. അപ്പോൾ എനിക്ക് ബൈക്കൊക്കെ ഉണ്ട്, എനിക്ക് നല്ല കഴിവുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ അവനങ്ങനെ ഭയങ്കര സ്പീഡിൽ ബൈക്ക് ഓടിച്ച് പോയാണെന്ന് കരുതുക, ഭയങ്കര പാഞ്ഞു പിറക്കി വണ്ടി ഓടിച്ചുകൊണ്ട് പോയാണെന്ന് കരുതുക. അപ്പോൾ വഴിവക്കിലൊക്കെ ഇരിക്കുന്ന ആളുകൾ, ചേട്ടന്മാരൊക്കെ, അവർക്ക് ഇവനോടൊരു ബന്ധമൊന്നും കാണുകയില്ല, ഒരു ബന്ധവും കാണുകയില്ല. പക്ഷേ അവർ പെട്ടെന്നൊരു ബൈക്കൊക്കെ മുന്നിലൂടെ ഇങ്ങനെ പാഞ്ഞു പോകുമ്പോൾ അവർ പറയും, ഇവൻ ആരെ കൊല്ലാൻ പോവുകയാണ്, ഇവനെന്താ വായു ഗുളികക്ക് പോവുകയാണോ എന്ന് ചോദിക്കും. അത് അത്ര നല്ല കാര്യമല്ല, അതത്ര നല്ല കാര്യമല്ല. അവനും ഇവരുമായിട്ടൊരു ബന്ധവും ഇല്ല. പക്ഷേ വഴി കൂടി പോകുന്ന ഒരു ദുഷ്വാക്ക്, ഒരു നല്ലതല്ലാത്തൊരു കാര്യം നമ്മൾ കേൾക്കേണ്ടി വരുന്നത് നമുക്ക് നല്ലതല്ല. വെറുതെ ഇരന്ന് വാങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയും നമ്മൾ നന്നായിട്ട് ദേഷ്യപ്പെടും ചിലപ്പോൾ ചില ആളുകളോട്. ദേഷ്യപ്പെടും, ചിലപ്പോൾ കാരണമുണ്ടാകും, കാരണമില്ലാതിരിക്കാം.
ദേഷ്യപ്പെടുമ്പോൾ ചില ആളുകൾ ചിലപ്പോൾ അമ്മയോട് മക്കൾ കിടന്ന് തുള്ളുന്നത്, വർത്തമാനം പറയുന്നതൊക്കെ ചിലപ്പോൾ അമ്മയ്ക്ക് ദേഷ്യമായി, ചിലപ്പോൾ അമ്മായി അമ്മയോട് അല്ലെങ്കിൽ അങ്ങനെ അപ്പനോട് മക്കൾ പറയുന്നത് ഒക്കെ ചിലപ്പോൾ സ്ഥാപനത്തിൽ ജോലി സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടൊക്കെ പറയുന്നത് ചിലപ്പോൾ നമ്മുടെ സ്ഥാനം കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ ബഹുമാനിച്ച് അവരൊന്നും പറയുകയില്ല. പക്ഷെ അവരുടെ ഉള്ളിലൊരു വിഷമം ഇങ്ങനെ ഉണ്ടാവും. കുറേ മാസങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ മറന്നു, നമ്മൾ ദേഷ്യപ്പെട്ടതൊക്കെ നമ്മൾ മറന്നു. പക്ഷേ അവരുടെ ഉള്ളിൽ ആ സങ്കടം അവിടെ ഉണ്ടാവും. പിന്നീട് നമ്മൾ എന്തെങ്കിലും അനുരഞ്ജനപ്പെട്ട് നല്ല സന്തോഷത്തോടെ ഇടപഴകുമ്പോഴും അവർ ചിലപ്പോൾ പറയും, അന്ന് എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര വിഷമായിട്ടാ എന്ന് പറയും. ചിലപ്പോൾ കേൾക്കേണ്ടി വരും. നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ ചില കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ അവരോട് ദേഷ്യപ്പെട്ടത് നമുക്ക് അനുഗ്രഹമല്ല. കുറേ മാസങ്ങൾ അവരുടെ മനസ്സിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് അവരിരുന്നു. അത് നമുക്ക് നല്ല അനുഗ്രഹമല്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില മേഖലകളാണ് എനിക്ക് തോന്നി എൻ്റെ മനസ്സിലേക്ക് റിഫ്ലക്ഷനായിട്ട് വന്ന ചില ചിന്തകൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ മണൽപ്പുറത്ത് ഭവനം പണിതവൻ ഭോഷൻ എന്നാണ് ബൈബിള് പറയുക. അവന് ചിലപ്പോൾ ഈ പ്രീക്കോഷൻസ് ഒന്നും എടുക്കാത്ത, ദൈവമില്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. സങ്കീർത്തനം 53 ദൈവമില്ല എന്ന് ഭോഷൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ദൈവമില്ല എന്ന് ഭോഷൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. മ്ലേച്ഛതയിൽ മുഴുകി അവർ ദുഷിച്ചിരിക്കുന്നു, നന്മ ചെയ്യുന്നവരാരുമില്ല. ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നോക്കുന്നു, ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് അവർ ആരായുന്നു. അപ്പം ദൈവിക കാര്യങ്ങളെ പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്നവരെയാണ് ജ്ഞാനികളെന്ന് വിളിക്കുക. അപ്പോൾ ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ? ഇത് തന്നെ സങ്കീർത്തനം 14 മറ്റൊരു രീതിയിൽ പറയുകയാണ്, ദൈവമില്ല എന്ന മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു, മ്ലേച്ഛതയിൽ മുഴുകി അവർ ദുഷിച്ചിരിക്കുന്നു, നന്മ ചെയ്യുന്നവർ ആരുമില്ല. കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നോക്കുന്നു, ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്നവർ ആരായുന്നു. അപ്പോൾ നല്ല പാറപ്പുറത്ത് ഭവനം പണിതവനെ പറയുന്ന വിവേകമതി എന്നാ പറയുക. പാറപ്പുറത്ത് ഭവനം പണിതത് വിവേകമതി, മറ്റവനെ ഭോഷൻ എന്നാ വിളിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കുക, നല്ല വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക, അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പ്രഭാഷകന്റെ പുസ്തകം 3:9 പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും, അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. ചിലപ്പോൾ ചില കാര്യങ്ങളിൽ അമ്മയെ മക്കൾ അനുസരിക്കുന്നില്ല എങ്കിൽ അമ്മയ്ക്കൊരു സങ്കടം ഉണ്ടാവും. എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അനുസരിക്കുന്നില്ല എങ്കിൽ അമ്മയ്ക്ക് പെട്ടെന്ന് സങ്കടം വരാം. ഈ സങ്കടം അനുഗ്രഹമല്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കോ, നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങൾ വെച്ച് നോക്കിക്കോ. ഇനി അമ്മയ്ക്കോ അപ്പനോ നമ്മുടെ ചില കാര്യങ്ങൾ കൊണ്ട് സന്തോഷമുണ്ടാകണമെന്ന് കരുതിക്കോ, ഉള്ളിലൊരു സന്തോഷം, അവരൊന്നും പറയുന്നുണ്ടായാല, പക്ഷെ അവരുടെ ഉള്ളിലൊരു സന്തോഷമുണ്ട്. ആ സന്തോഷം നമുക്ക് അനുഗ്രഹമാണ്. എത്രയോ അനുഗ്രഹങ്ങളാണ് നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. അപ്പോൾ ഈ മണൽപ്പുറം എന്ന് പറയുന്നത് വെളിപാടിൻ്റെ പുസ്തകത്തിൽ പിശാച് വസിക്കുന്ന സ്ഥലമെന്നൊരു വ്യാഖ്യാനമുണ്ട്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 12-ാം അധ്യായം 17-18 വാക്യങ്ങൾ. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു, ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവരുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. വെളിപാടിൻ്റെ പുസ്തകത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം സൂചിപ്പിച്ചുകൊണ്ട് പറയുന്ന വചനങ്ങളാണിത്. അപ്പം ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവരുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. അത് 17-ാമത്തെ വാക്യമാണ്. വെളിപാട് 12:17 വെളിപാട് 12:18 അത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു. അത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു. നമ്മൾ ഈ സമുദ്രത്തിൽ ഇപ്പോൾ ഇവിടെ ബീച്ചിൽ നിങ്ങൾക്ക് പോകാം. അപ്പോൾ നമ്മൾ ആ സമുദ്രത്തിൻ്റെ മണൽ, അവിടെ ആ ഒരു വെള്ളം തിര കയറി വരുന്ന സ്ഥലത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ അല്ലേ, നമ്മൾ കാലൊക്കെ കുഴിഞ്ഞു പോകുന്ന പോലെ. അപ്പോൾ ഒരു ഉറപ്പില്ലാത്തൊരു സ്ഥലം, യഥാർത്ഥത്തിൽ പിശാചിൻ്റെ സ്ഥലമാണെന്നാണ് പറയുക. പ്രാർത്ഥനയില്ലാത്ത സ്ഥലം, പ്രാർത്ഥനയില്ലാത്ത അവസ്ഥയിൽ ഭവനം പണിതു. പ്രാർത്ഥനയില്ലാത്ത സ്ഥലത്ത്, ദൈവത്തിൻ്റെ ഒരു ശക്തിയില്ലാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ ചെയ്തു. ദൈവത്തിൽ ആശ്രയിക്കാതെ കാര്യങ്ങൾ ചെയ്തു. പരീക്ഷയ്ക്ക് മുമ്പൊന്ന് ഒരുക്ക കുമ്പസാരം നടത്താമായിരുന്നു, പക്ഷേ പരീക്ഷയ്ക്ക് ഒരുക്ക കുമ്പസാരം നടത്തിയില്ല.
വാഹനം വെഞ്ചരിക്കാൻ കൊണ്ടുവന്നു. വാഹനമൊക്കെ വെഞ്ചരിച്ചു. പക്ഷേ ഒന്ന് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചിട്ട് വാഹനം വെഞ്ചരിക്കാമായിരുന്നു. വീട് വെഞ്ചരിക്കാൻ അച്ഛനെ വിളിച്ചു. പക്ഷെ അന്ന് പള്ളിയിൽ പോയിട്ടില്ല. പള്ളിയിൽ പോയി കുമ്പസാരിച്ച് കുർബാനയൊക്കെ സ്വീകരിച്ച് അച്ഛനെ കൊണ്ടുവന്ന് വീട് വെഞ്ചരിപ്പിക്കാമായിരുന്നു. കാരണം ഈശോ കർത്താവ് മരിച്ചത് കല്ലിനും മണ്ണിനും വേണ്ടിയിട്ടല്ല, പാപികളായ നമുക്ക് വേണ്ടിയിട്ടാണ്, മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ഈശോ മരിച്ചത്. അപ്പോൾ നമ്മൾ വസ്തുക്കൾ വെഞ്ചരിക്കാൻ നമുക്ക് വലിയ താല്പര്യമാണ്. പക്ഷേ നമ്മളെ രക്തം കൊടുത്ത് വിലക്ക് വാങ്ങിയ നമ്മളെ വിശുദ്ധീകരിക്കാൻ നമ്മൾ പലപ്പോഴും തയ്യാറല്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, നമ്മളെ തന്നെ ഒന്ന് വിശുദ്ധീകരിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നെങ്കിൽ കുറേ അനുഗ്രഹം ഉണ്ടായിരുന്നു. അതാണ് മണൽപ്പുറത്ത് ഭവനം പണിതത് പ്രാർത്ഥനയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിലല്ല കാര്യങ്ങൾ ചെയ്തത്. പോകുന്ന വഴി ഇവിടെ പലപ്പോഴും കാണുന്നതാണ്, വിശുദ്ധ വസ്തുക്കൾ വെഞ്ചരിക്കാൻ കൊണ്ടുവരുന്നത് മദ്യപിച്ചിട്ട് വരുന്നു. ഫലമാവോ? പ്രാർത്ഥന സ്വീകരിക്കപ്പെടുവോ? അപ്പോൾ അത് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ്. മണൽപ്പുറം വലിയ കുഴപ്പമുള്ള സ്ഥലമൊന്നും അല്ല. പക്ഷെ അത് അവർക്ക് കുഴപ്പമായത് അത് എത്രയോ ഭവനങ്ങൾ. എല്ലാവരും പാറപ്പുറത്താണോ ഭവനം പണിയുന്നത്? നമ്മളൊക്കെ പാറപ്പുറത്താണോ വീട് വച്ചിരിക്കുന്നത്? അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മൾ ഉള്ളിൽ ഗ്രഹിക്കുക. ദൈവം നമ്മളെ തോന്നിപ്പിക്കട്ടെ. കുറേ കൂടി നല്ല അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്, ഇല്ല, ജീവിതത്തിൽ കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അബദ്ധങ്ങൾ അംഗീകരിക്കുക. കർത്താവെ അബദ്ധം പറ്റിപ്പോയി. വീട്ടുകാരോട് ചോദിക്കാതെ ഒരു ആധാരം എന്താണ്ടും ചോദിച്ചു. ഒരാളോട് ആധാരം കൊടുക്കുമോ? അപ്പം നല്ല ബുദ്ധിമതികളാണ്. 3 ലക്ഷം രൂപ വേണം. അതടക്കാൻ വേണ്ടിയിട്ട് ചേച്ചിയുടെ ആധാരം ഒന്ന് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആധാരം നോക്കിയിട്ട് കാണുന്നില്ല. ആധാരം വീട്ടുകാരനെടുത്ത് എവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആധാരം നോക്കിയിട്ട് കാണുന്നില്ല. വീട്ടുകാരനോട് പറയാതെ കൈ കിട്ടിയ സ്വർണം എടുത്തു കൊടുത്തു. കുറേ വർഷങ്ങളായി ഒരു രേഖയില്ല, തിരിച്ച് കിട്ടിയിട്ടുമില്ല. ഇപ്പം ചോദിക്കുമ്പോൾ ചീത്ത പറയുന്നു. അപ്പം ഒന്ന് സംസാരിച്ചിട്ട് ചെയ്യാമായിരുന്നില്ല. എന്തൊരു അബദ്ധമാണ് ചെയ്തത്. അങ്ങനെ എത്ര അബദ്ധങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ദൈവത്തോട് ഒന്ന് പറയാം, ദൈവമേ, അമ്മയോട് അമ്മ തെറ്റിപ്പോയ അമ്മ, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം അമ്മ, ഇനി കുഴപ്പമൊന്നും ഉണ്ടാക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പറയും, സാരമില്ല കുഞ്ഞെ, അതും കുഴപ്പമില്ല, നമുക്കെല്ലാം ശരിയാക്കാം എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ അബദ്ധങ്ങൾ വെച്ചിട്ട് അബദ്ധങ്ങളിൽ തന്നെ ജീവിക്കരുത്. അബദ്ധങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, മണ്ടത്തരങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ചെയ്തു കൂട്ടിയ കോപ്രായങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തെ വിളിക്കാതെയും പ്രാർത്ഥിക്കാതെയും കുമ്പസാരിക്കാതെയും നടന്ന നാളുകളെക്കുറിച്ച് തിരിച്ചറിവുണ്ടായാൽ ദൈവത്തോട്, ദൈവമേ സോറി കർത്താവേ, എനിക്ക് പറ്റിപ്പോയി കർത്താവ്, ഇനി ഞാൻ ചെയ്തോളാം, എന്നോട് ക്ഷമിക്കുക കർത്താവേ. അബദ്ധങ്ങളെപ്പോലും നന്മയാക്കാൻ കഴിവുള്ളവനാണ് ദൈവം. നീ മണൽപ്പുറത്താണ് ഭവനം പണിതെങ്കിലും അതിനെ ബലവത്താക്കാൻ കഴിവുള്ളവനാണ് ദൈവം. അപ്പം എന്തുകൊണ്ടത് വീണുപോയി? നീ ഇപ്പം മണൽപ്പുറത്ത് ഭവനം പണിതാലും, നീ ആന്തരിക മുറിവുകളോട് ജനിച്ചാലും, നിനക്ക് കുറവുകളുണ്ടായാലും നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് ദൈവം. ആ ദൈവത്തോട് നിനക്ക് പറയാൻ പാടില്ല, എനിക്ക് പറ്റിപ്പോയി കർത്താവേ, ഞാനൊന്നും പഠിച്ചിട്ടില്ല, ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, എന്നെ ഒന്ന് രക്ഷിക്കുക ദൈവമേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ദൈവത്തിന് രക്ഷിക്കാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് കുറെ കൂടി എളിമപ്പെടുക. ഈ ആഗമന കാലത്തിൽ കർത്താവിൻ്റെ ക്രിസ്മസ് ഗിഫ്റ്റ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ നമ്മൾ കീഴടങ്ങുക, കർത്താവിനെ തേടുക, കർത്താവിൻ്റെ കൂടെ നിൽക്കുന്ന മനുഷ്യരായി മാറുക, കർത്താവിനോട് സോറി പറയുക, കർത്താവ് നൽകുന്ന നിർദ്ദേശങ്ങൾ. ഞങ്ങളിങ്ങനെ ശ്രദ്ധിച്ചു, ചില ആളുകൾ പറഞ്ഞ ഒട്ടും അനുസരണയില്ല. വൈദികർ പറഞ്ഞാലും അനുസരിക്കല. അനുസരണം വേണ്ടേ? കുഞ്ഞു കാര്യമായാലും അനുസരണം വേണ്ടേ? ഈശോ അനുസരണത്തിൻ്റെ മനുഷ്യനാണ്. പരിശുദ്ധമ്മ അനുസരണത്തിൻ്റെ സ്ത്രീയാണ്. പരിശുദ്ധമ്മ അനുസരണത്തിൻ്റെ സ്ത്രീയാണ്. അപ്പം അനുസരണം, ദൈവത്തിന് മുമ്പിലുള്ള അനുസരണം, ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തിന്മകൾ എന്നെ വളഞ്ഞിടുമ്പോൾ, എന്നും പ്രലോഭനങ്ങളേറുമ്പോൾ, ഏകനായി നിന്നു തളർന്നിടുമ്പോൾ, ദിവ്യകാരുണ്യമാണെന്നാശ്രയം. തിന്മകൾ എന്നെ വളഞ്ഞിടുമ്പോൾ, എന്നും പ്രലോഭനങ്ങളേറുമ്പോൾ, ഏകനായി നിന്നു തളർന്നിടുമ്പോൾ, ദിവ്യകാരുണ്യമാണെന്നാശ്രയം.
അപ്പോൾ ദൈവത്തെ ആശ്രയിക്കുക, ദൈവത്തെ ആശ്രയിക്കുക. അബദ്ധങ്ങൾ പറ്റിയാലും ദൈവത്തെ ആശ്രയിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. കനിവോടെ സ്വീകരിക്കണമേ നിറയോമീ ജീവിത താലത്തിൽ സന്തോഷ സന്താപ മാലിക കനിവോടെ സ്വീകരിക്കണമേ. വൈദികൻ തന്തിരു കൈകളിൽ ഏന്തുന്ന പാവന പാത്രം പോൽ നിർമ്മലമല്ലേലും ജീവിതം അർച്ചനയാകേണം ദൈവമേ. കനിവോടെ സ്വീകരിക്കണമേ. നിത്യവും ഞങ്ങളിതേകിടാൻ നിത്യ സൗഭാഗ്യം നീ നൽകണേ. നേർവഴി കാട്ടുവാൻ ഞങ്ങളെ നിൻ പാദതാരിൽ നീ ചേർ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ വരദാനങ്ങളിൽ നിന്ന് ശേഖരിച്ച് ഞങ്ങൾ സമർപ്പിക്കുന്ന കാഴ്ച വസ്തുക്കൾ സ്വീകരിക്കുകയും ഞങ്ങളുടെ കാലാനുസൃതമായ വണക്കത്തിൻ്റെ ഫലമായി അങ്ങ് നൽകുന്നത് ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ സമ്മാനമായി ഭവിക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ, കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പ്രഥമാഗമനത്തിൽ അവിടുന്ന് എളിയ ശരീരപ്രകൃതി സ്വീകരിച്ചുകൊണ്ട് പൂർവീക പദ്ധതിയുടെ സംവിധാനം പൂർത്തീകരിക്കുകയും ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ മാർഗം തുറന്നു തരികയും ചെയ്തു. അങ്ങനെ അവിടുത്തെ പ്രാഭവത്തിൻ്റെ മഹത്വത്തിൽ രണ്ടാമതും എഴുന്നള്ളുമ്പോൾ ഞങ്ങളിപ്പോൾ ജാഗരൂകരായി കാത്തിരിക്കാൻ മുതിരുന്ന വാഗ്ദാനം അവസാനം പ്രത്യക്ഷത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ
തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന്
ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ടി സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധനിക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവ്, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി, ഞങ്ങൾക്കു ശാന്തി നൽകണമേ.
ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ കുർബാന സ്വീകരണ സമയമാണ്. ഭയഭക്തിയോടുകൂടെ ഈ സമയത്തെ നമുക്ക് സ്വീകരിക്കാം. കുമ്പസാരിച്ചൊരുങ്ങിയ കത്തോലിക്ക വിശ്വാസികൾ മാത്രമാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത്. പരിശുദ്ധ കുർബാന നാവുകളിലാണ് സ്വീകരിക്കേണ്ടത്. മറ്റ് മതസ്ഥരോ മറ്റോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് പരിശുദ്ധ കുർബാന സ്വീകരിക്കരുത്. അവർ സ്വസ്ഥാനങ്ങളിൽ ഈ സമയം പ്രാർത്ഥനയിൽ ആയിരിക്കുക. ഓർമ്മ വെച്ച നാൾ മുതൽ ഓസ്തിയിൽ നിന്നെ കാണുന്നു, വാഴ്ത്തുന്നു. കുഞ്ഞുനാൾ മുതലെൻ്റെ മാനസത്തിൻ്റെ ഭാഗ്യമേ. ഓർമ്മ വെച്ച നാൾ മുതൽ ഓസ്തിയിൽ നിന്നെ കാണുന്നു, വാഴ്ത്തുന്നു. എല്ലാരും നിന്നെ സ്വീകരിക്കാനായി നിരചേരുന്നതു കണ്ട നേരം, ആയിരം നാവിൽ കുർബാനയായി അവിടന്നലിയുന്ന നേരം, എല്ലാരും നിന്നെ സ്വീകരിക്കാനായി നിരചേരുന്നതു കണ്ട നേരം, ആയിരം നാവിൽ കുർബാനയായി അവിടന്നലിയുന്ന നേരം, ഈശോ വരേണേ ഉള്ളിൽ എന്നും ഞാനും പ്രാർത്ഥിച്ചിരുന്നു. ഈശോ വരേണേ ഉള്ളിൽ എന്നും ഞാനും പ്രാർത്ഥിച്ചിരുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ ഓസ്തിയിൽ നിന്നെ കാണുന്നു, വാഴ്ത്തുന്നു. കുഞ്ഞുനാൾ മുതലെൻ്റെ മാനസത്തിൻ്റെ ഭാഗ്യമേ. ദിവ്യകാരുണ്യം സ്വീകരിക്കാനായി ഞാനും കൊതിച്ചിരുന്ന നാൾ, കൈകൂപ്പി വന്ന് കൈക്കൊള്ളുവാനായി ഉള്ളം കൊതിച്ചിരുന്നീശോ. ദിവ്യകാരുണ്യം സ്വീകരിക്കാനായി ഞാനും കൊതിച്ചിരുന്ന നാൾ, കൈകൂപ്പി വന്ന് കൈക്കൊള്ളുവാനായി ഉള്ളം കൊതിച്ചിരുന്നീശോ. ഈശോ വരേണേയുള്ളിൽ എന്നും ഞാനും പ്രാർത്ഥിച്ചിരുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ ഓസ്തിയിൽ നിന്നെ കാണുന്നു, വാഴ്ത്തുന്നു. കുഞ്ഞുനാൾ മുതലെൻ്റെ മാനസത്തിൻ്റെ ഭാഗ്യമേ. ഓർമ്മ വെച്ച നാൾ മുതൽ ഓസ്തിയിൽ നിന്നെ കാണുന്നു. ഈശോയിൽ പ്രിയരെ, പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിൻ്റെ ഈ തീർത്ഥാടന കേന്ദ്രത്തിലുള്ള കുർബാനകളുടെ സമയക്രമീകരണവും
സ്ഥലങ്ങളുടെ വിവരങ്ങളും അറിയിക്കുകയാണ്. പ്രധാന ദേവാലയത്തിൽ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് തമിഴ് കുർബാന. ഈ കുർബാന GR+ വഴി സംപ്രേഷണം ചെയ്യപ്പെടുന്നു. ലോവർ ബസ്ലിക്കയിൽ എല്ലാ ദിവസവും അർപ്പിക്കപ്പെടുന്ന കുർബാനകൾ രാവിലെ 7 മണിക്ക് തമിഴ്, 10 മണിക്ക് ഇംഗ്ലീഷ്, ഉച്ചയ്ക്ക് 12 മണിക്ക് തമിഴ്, ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് തമിഴ്, വൈകിട്ട് 6 മണിക്ക് ജപമാല, തുടർന്ന് തമിഴ് കുർബാനയും. അപ്പർ ബസ്ലിക്കായിൽ എല്ലാ ദിവസവും അർപ്പിക്കപ്പെടുന്ന കുർബാനകൾ രാവിലെ 8 മണിക്ക് തെലുങ്ക്, 11 മണിക്ക് ഹിന്ദി, എല്ലാ ചൊവ്വാഴ്ചകളിലും ഉച്ച കഴിഞ്ഞ് 4 മണിക്ക് കൊങ്കണിയിൽ. മോർണിംഗ് സ്റ്റാർ ദേവാലയത്തിൽ, അതായത് ഈ ദേവാലയത്തിൽ എല്ലാ ദിവസവും അർപ്പിക്കപ്പെടുന്ന കുർബാനകൾ രാവിലെ 8 മണിക്ക് കൊങ്കണി, 9 മണിക്ക് മലയാളം. എല്ലാ മാസാദ്യ വെള്ളിയാഴ്ചകളിൽ ലോവർ ബസ്ലിക്കയിൽ വൈകിട്ട് 5:30 ജപമാല, തുടർന്ന് ഷ്രൈൻ ചുറ്റി പരിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണവും വചന സന്ദേശവും പരിശുദ്ധ കുർബാനയുടെ ആശീർവാദവും ഉണ്ടായിരിക്കും. എല്ലാ മാസാദ്യ ശനിയാഴ്ചകളിൽ വൈകിട്ട് 5:30 ഷ്രൈനിൻ്റെ പ്രവേശന കവാടം മുതൽ കടൽ തീരം വരെ വേളാങ്കണ്ണി മാതാവിൻ്റെ വാഹന പ്രദക്ഷിണവും, തുടർന്ന് ലോവർ ബസ്ലിക്കായിൽ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദവും രോഗികൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും തമിഴ് കുർബാനയും ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 9 മണി വരെ പ്രധാന ദേവാലയവും രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെ ആരാധന ചാപ്പലും തീർത്ഥാടകർക്കായി തുറന്നിരിക്കുന്നു. നല്ല കുമ്പസാരം നടത്താനുള്ള ഒരുക്കത്തിനായി അനുരഞ്ജന ചാപ്പലും കുമ്പസാരത്തിന് ശേഷം പ്രായശ്ചിത്തം നിറവേറ്റുന്നതിനും വ്യക്തിപരമായ മൗനപ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും ആരാധന ചാപ്പലും ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ 8 മണി വരെയും 11 മണി മുതൽ 12:30 മണി വരെയും 5 മണി മുതൽ 8 മണി വരെയും മലയാളത്തിൽ കുമ്പസാരിക്കാൻ അവസരമുണ്ട്. ഇവിടെ ഈ കുർബാനയ്ക്ക് ശേഷം നമ്മൾ പൊതുവായ ആശീർവാദമാണ് നൽകുക. വ്യക്തിപരമായ ആശീർവാദങ്ങൾ ഇവിടെ നൽകപ്പെടുന്നില്ല. അത് എല്ലാ കുർബാനകൾക്ക് ശേഷവും അങ്ങനെ തന്നെയാണ്. വ്യക്തിപരമായ പ്രാർത്ഥനകൾ നടത്തുന്നതിന്, ആശീർവാദ അടിമസമർപ്പണ പ്രാർത്ഥനകൾക്കും നിങ്ങൾ വാങ്ങിക്കുന്ന വിശുദ്ധ വസ്തുക്കൾ ആശീർവദിച്ചു നൽകപ്പെടുന്നതിന് വേണ്ടി പ്രധാന ദേവാലയത്തിൻ്റെ തൊട്ട് സമീപമുള്ള ആവേ മരിയ എന്ന ഹാളിൽ വൈദികർ സദാസമയം അവിടെ ഉണ്ട്. അവിടെ വൈദികർ നൽകപ്പെടുന്ന ശുശ്രൂഷ ആരംഭിക്കുന്നത് രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെയാണ്. ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ മാത്രമാണ് ബ്രേക്ക് ഉള്ളത്. ബാക്കി എല്ലാ മണിക്കൂറുകളിലും അച്ഛന്മാരവിടെ ഉണ്ട്. നിങ്ങൾ അവസരം പ്രയോജനപ്പെടുത്തുക. എല്ലാ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലും എല്ലാ ഗവൺമെൻറ് ഒഴിവ് ദിവസങ്ങളിലും മാതാകുളത്തിന് സമീപമുള്ള സ്റ്റെല്ല മാരീസ് ഓഡിയോ വിഷ്വൽ ഹാളിൽ അരുൾ നിറയ സുവടുകൾ എന്ന ഡോക്യുമെൻ്ററിയുടെ പ്രദർശനം രാവിലെ 10 മണിക്ക് തമിഴിലും 11:30 മലയാളത്തിലും ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് തെലുങ്കുവിലും ഉണ്ടായിരിക്കും. എല്ലാ തീർത്ഥാടകരെയും അനുവദിക്കപ്പെട്ടുള്ള ഈ ദിവസങ്ങളിൽ ഡോക്യുമെൻ്ററി കാണുവാനായി സ്വാഗതം ചെയ്യുന്നു. വേളാങ്കണ്ണി മാതാവിൻ്റെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ആയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷകരമായ ദിനങ്ങളും മണിക്കൂറുകളും സുരക്ഷിതമായ എല്ലാ അവസ്ഥകളും ആശംസിക്കുകയാണ്. നമുക്കിപ്പോൾ ഈ സമയം പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനുമായി നമുക്ക് എഴുന്നേറ്റാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ആചരിച്ച ദിവരഹസ്യങ്ങൾ ഞങ്ങൾക്ക് ഫലദായകമാകണമേ. നശ്വരമായ വഴിയിലൂടെ ചരിക്കുന്ന ഞങ്ങളെ ഇപ്പോൾ തന്നെ രഹസ്യങ്ങളിലൂടെ സ്വർഗീയ കാര്യങ്ങളിൽ തൽപരരാകുന്നതിനും അനശ്വരമായവ മുറുകെ പിടിക്കുന്നതിനും പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമീൻ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടി. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും
ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞ് തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ പരിശുദ്ധ മാതാവിനോട് ചേർന്ന് തൻ്റെ കരങ്ങളിലൂടെ നമ്മെ ഏവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.